എല്ലാവർക്കും ഷിനൂസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ഷിനു സൂര്യനാരായണൻ. നമ്മളിന്ന് റോഡ് സൈഡ് എല്ലാം കിട്ടുന്ന കാളൻ, നമ്മുടെ തമിഴ്നാടും നമ്മുടെ പാലക്കാട് ആ ഏരിയയിലെല്ലാം കിട്ടുന്ന കാളൻ റെസിപ്പിയാണ് നമ്മളിന്ന് നമ്മുടെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. കാളൻ എന്ന് പറഞ്ഞാൽ മഷ്റൂമൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കാളൻ ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഞാൻ ഇതിന് മുന്നേ പാനിപൂരി റെസിപ്പി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുണ്ടാക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞു കുറച്ച് കാളൻ ഉണ്ടാക്കാൻ ട്രൈ ചെയ്തിട്ട് ഞങ്ങൾക്ക് അതിൻ്റെ റെസിപ്പി ഒന്ന് പറഞ്ഞു തരൂ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്പെഷ്യൽ കാളൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ളത് ഇതൊക്കെ ആവശ്യമുണ്ട്. ഈ കാളൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ആവശ്യമായത്, ഞാനിവിടെ 1 കപ്പ് ക്യാബേജ് എടുത്തിട്ടുണ്ട്. അതേപോലെ 1 കപ്പ് മഷ്റൂം, രണ്ടും ഈക്വലായിട്ടാണ് എടുത്തിരിക്കുന്നത്. വെള്ളം ഒന്ന് ഇട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്ത് വെച്ചു. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മൈദ ചേർക്കാം, 1/4 കപ്പ് കോൺഫ്ലവർ, 1/4 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. വെള്ളമൊന്നും ചേർത്ത് കുഴക്കേണ്ടത് ആവശ്യമില്ല. നമ്മളിത് എന്തായാലും ഈ ക്യാബേജിൽ ഓൾറെഡി നമ്മൾ ഈ കഴുകി വെച്ചതിൻ്റെ വെള്ളം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. വെള്ളം ചേർക്കാതെ തന്നെ നന്നായി കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വറുത്തെടുക്കണം. അതായത് എണ്ണയിൽ മുങ്ങുന്നത് പോലെ നമുക്ക് വറുത്തെടുക്കാം. ജസ്റ്റ് മേലൊന്നായ ശേഷം നമ്മളൊന്ന് മറിച്ചിടുക. റെഡി ആയിരിക്കണം. ഒരുപാട് മുരിയാനൊന്നും പാടില്ല. മുരിയാത്ത മുമ്പ് തന്നെ നമുക്കത് എടുക്കേണ്ടതുണ്ട്. ഇത് വറുത്ത് എല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കണം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾക്ക് ഈ വറുത്തെടുത്തതൊക്കെ നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റില്ല. ചെറുതായിട്ടൊന്ന് ഇതിനെയൊക്കെ നമ്മളിങ്ങനെ പിച്ച് കൂട്ടണം. ഫുള്ളായിട്ട് ഇങ്ങനെ ഇട്ടാൽ പറഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. പാന് വയ്ക്കുക, കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് പെരിഞ്ജീരകം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. 2 പച്ചമുളക് ആഡ് ചെയ്യുക. 2 വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി ചതച്ചത് ആഡ് ചെയ്യുക. കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുക. ഇത് നന്നായിട്ട് ഇളക്കുക. കുറച്ചൊന്ന് ചുവന്ന് വരട്ടെ. തട്ടുകടയിലെല്ലാം കിട്ടുന്നത് സോസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾക്ക് ഇത് കിട്ടുന്നത്. നമ്മളിവിടെ സോസ് ഒന്നും യൂസ് ചെയ്യാണ്ട് നമ്മൾ ഇതിൽ തക്കാളി അരച്ചാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 3 തക്കാളി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അരച്ച് എടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുകയാണ്. ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതൊക്കെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ആവശ്യത്തിന് ഉപ്പ്, നന്നായി പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കുക. ആ പച്ചമണമെല്ലാം പോയി. ഇതിലേക്ക് നമ്മൾക്ക് ജസ്റ്റ് 1 കപ്പ് വെള്ളം എടുക്കുക. അതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവർ മാവ് കലക്കുക. ഇതിലേക്ക് നമ്മളിതിനെ ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മുടെ ഈ ഗ്രേവി ഒന്ന് കട്ട പോലെ ആവാനാണ്. ഗ്രേവി നല്ല കട്ടയായിട്ട് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മഷ്റൂമും ക്യാബേജും കൂടെ നമ്മളിത് ഫാസ്റ്റ് ചെയ്ത് വെച്ച കാളൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. ഓക്കെ, ഇതിലേക്ക് കുറച്ച് മല്ലിയില, കുറച്ച് സവാള,
അപ്പോൾ കാളൻ റെഡി ആയിരിക്കുകയാണ്. ഞാൻ ഒരുപാട് വെള്ളമൊന്നും പോലെ ചേർക്കാണ്ട് എനിക്ക് കട്ട മീൻസ് നല്ല കട്ടിയായിട്ട് ഇതാണ് ഇഷ്ടം. അപ്പോൾ അത് കാരണം ഞാൻ അത്രയൊന്നും വെള്ളമൊന്നും ചേർത്തില്ല. അത് കാരണം നല്ല ടെക്സ്ചറൊക്കെ നല്ല അടിപൊളിയായിരിക്കണം. നമുക്കിതിനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഒന്നുകൂടെ നോട്ടോ. സെറ്റായിട്ടുള്ള സംഭവം. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെലൈക്കൺ ഉണ്ട്, അതും കൂടെ ക്ലിക്ക് ചെയ്തിട്ട് പോവുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ ഡിഷസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ ഞാൻ നിങ്ങളുടെ ഷിനു സുരനാരായണൻ സൈനിങ് ഓഫ്. അപ്പോൾ എല്ലാവരും കാളനെടുത്തോളൂ.